മാർപ്പാപ്പയുടെ മരണദിവസമായ ഇന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങൾക്കറിയാം, കുട്ടനാട് നേറ്റീവ്സ് ഫേസ്ബുക്ക് കൂട്ടായ്മയും പിന്നെ മറ്റ് എല്ലാ പഞ്ചായത്തിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നേറ്റീവ്സ്, പുളങ്ങുന്ന നേറ്റീവ്സ്, എടത്തുവാൻ നേറ്റീവ്സ് ഉൾപ്പെടെ അങ്ങനെ സമീപത്തുള്ള എല്ലായിടത്തും കഴിഞ്ഞ നാളുകളിൽ മാർപ്പാപ്പയെ ഇന്നലെ വരെ ഈസ്റ്റർ ആശംസയിൽ മാർപ്പാപ്പയുടെ ഫോട്ടോ വെച്ചായിരുന്നു ഞാൻ എൻ്റെ വ്യക്തിപരം അതോടൊപ്പം തന്നെ കുട്ടനാട് നേറ്റീവ്സിൻ്റെ ആയിട്ടും ആശംസകൾ നേർന്നത്. അപ്പം മാർപ്പാപ്പയോട് എന്തുകൊണ്ട് എനിക്ക് എത്ര താല്പര്യം വന്നു എന്ന് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കത്തോലിക്ക സഭ കണ്ട് ഏറ്റവും കാലത്തിനനുസരിച്ച് മാറ്റം വളരെ കഴിവുള്ളൊരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പം ഞാൻ ഈ 2016 അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും, അതായത് മതസൗഹാർദ്ദം ഇഷ്ടപ്പെടുന്നു, പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മതനിയമങ്ങൾ മാറുന്നു, യുവാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകണം, അതോടൊപ്പം തന്നെ ലോകസമാധാനത്തിന്, അങ്ങനെ പല പല കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹം പ്രായോഗികമായി. ഇപ്പം തന്നെ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തൊരു പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നമ്മൾ 50 നോയമ്പ് നോക്കുന്ന കാര്യം പറയുന്നുണ്ട്. വിശ്വാസികളെല്ലാം നമ്മൾ 50 നോയമ്പാണ്. പക്ഷേ സ്വന്തം സഹോദരൻ്റെ അവസ്ഥയും സ്വന്തം അയൽവക്കാരനെയും മറ്റുള്ള നമ്മുടെ രോഗിയിലായ മാതാപിതാക്കൾ ഇവരൊന്നും നോക്കാതെ നമ്മൾ ഈ 50 നോയമ്പ് എടുത്തിട്ട് വല്ലതും കാര്യമുണ്ടോ? അപ്പം അങ്ങനെ ഓരോരോ കാര്യം, പിന്നെ യുവാക്കളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ അങ്ങനെ പല പല കാര്യങ്ങളും ഒരു മാർപ്പാപ്പയെ സംബന്ധിച്ച് ഏറ്റവും ഇതെല്ലാം ഈ കലാപങ്ങളാണ്. എനിക്ക് ഈ 2016 അദ്ദേഹത്തിൻ്റെ ആശങ്കയോട് യോജിപ്പുണ്ടായി. കുട്ടനാട് റോഡ് മാർപ്പാപ്പ കുട്ടനാട് സന്ദർശിക്കണം. നേരത്തെ പഴയ മാർപ്പാപ്പ കോട്ടയം സന്ദർശിച്ച് കുട്ടനാട് റോഡ് വന്നിട്ടില്ല. അപ്പം ചരിത്രപ്രസിദ്ധമായ കുട്ടനാട് സന്ദർശനം എന്ന ആശയം അന്ന് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയച്ച വ്യക്തിയാണ് ഞാൻ. അപ്പം അന്ന് സോഷ്യൽ മീഡിയകളിലൊക്കെ അറിയാം, പണ്ട് ഞാനന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഇമെയിലിൻ്റെ കോപ്പിയൊക്കെ അന്ന് ഞാൻ പുറത്തുവിട്ടായിരുന്നു 2016. അതിനുശേഷം 2022 തൃക്കാക്കര ബൈലക്ഷൻ വന്നപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് KS സുരേന്ദ്രനും അവിടുത്തെ തൃക്കാക്കര സ്ഥാനാർത്ഥിയുമായ അരുൺദാസ് സാറും കൂടി എൻ്റെ വീട്ടിൻ്റെ ഫ്ലാറ്റിൽ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് വന്നപ്പോൾ അന്ന് മറ്റേ കാപ്പി പിടിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയെ കുട്ടനാട്ടിൽ കൊണ്ടുവരണം. കാരണം അതിൻ്റെ ആവശ്യവും എല്ലാം ഞാൻ ഇവർ രണ്ടുപേരെയും പറഞ്ഞു കേൾപ്പിച്ചായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ മാഡത്തെ കണ്ടപ്പോൾ പറഞ്ഞു BJP ഇത് അയക്കണം, പ്രധാനമന്ത്രി ഇൻഫോം ചെയ്യണം. കാരണം മാർപ്പാപ്പ അത് പ്രകാരം അതോടൊപ്പം ഞാൻ ഇമെയിൽ അയക്കുന്നുണ്ടായിരുന്നു. ആരഞ്ചേരി പിതാവിനെ നേരിട്ട് കണ്ടപ്പോൾ അഭ്യർത്ഥിച്ചു. പിന്നെ PC ജോർജ് BJP വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, കാരണം കുട്ടനാട് പിന്നെ ഇന്ത്യയിൽ വരും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. അത് തന്നെ വളരെ പോസിറ്റീവായിട്ട് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇന്ത്യ വരുമ്പോൾ തന്നെ കുട്ടനാട് ഉണ്ടാകണം എന്നുള്ളത് അത് മസ്റ്റാണ്. അതും അതിൻ്റേതായ പുഷ്, പ്രത്യേകിച്ച് ആലഞ്ചേരി പിതാവ് വഴി, പിന്നെ കൂവക്കാട്